ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല. കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട്. കുട്ടി കണവ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കറി വയ്ക്കാൻ നേരെ എൻ്റെ സ്റ്റൈലിൽ ഞാൻ വയ്ക്കാൻ പോവുകയാണ്. ഞാൻ കുറേ ചെത്തി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് ചെറിയ കുഞ്ഞ് നുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാൻ ഇവിടെ തക്കാളി ഇടുന്നുണ്ട്. 2 തക്കാളി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് 2-3 പച്ചമുളക് അരിഞ്ഞത് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഫുള്ള് നന്നായിട്ട് വഴറ്റി എടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു കുഞ്ഞ് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ മുളക് പൊടിയും മല്ലിപ്പൊടി സെപ്പറേറ്റ് ഇടാതെ മിക്സിങ് ആണ്. എന്ന് വെച്ചാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മിക്സിങ് ചെയ്ത ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒത്തിരി പോലെ എനിക്ക് ആവശ്യത്തിനുള്ള എരിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞ് സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു എരിക്ക് വേണ്ടി, നല്ല എരിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടവക്കറി എന്ന് പറയുമ്പോൾ ഒത്തിരി എരി നിൽക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കണം. നന്നായിട്ട് അതിൻ്റെ മുളകിൻ്റെയും മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഇതെല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴുകി വെച്ചേക്കുന്ന കണവ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണവ ഇട്ട് അത് കുറച്ച് ശകലം വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ ഇത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇളക്കി അത് നന്നായിട്ട് സെറ്റായി തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ശകലം ഉപ്പ് ഇട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കണവക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നന്നായിട്ട് തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയ്ക്കുള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ലവ് യു ആൻഡ് ബൈ. ടാറ്റാ.